ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 88, ശ്ലോകം 11-12. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 11. പ്രായേണ ദാരവത്യാമവൃതയിത്തദാ നാരദസ്തുദ്രസാദ്ര തസ്മാലേഭേ കഥാചിദ ഖലു സുഹൃതനിധിസ്ത്വൽപിതാ തത്വബോധം ഭക്താനാമഗ്രയായേ സ ച ഖലു മദീമാനുദ്ധവസ്ത്വത്വദേവ പ്രാപ്തോ വിജ്ഞാനസാരം സകലജനഹിതായ അധുനാസ്തേവദര്യാം. അന്വയം അർത്ഥം. അയി അല്ലയോ ദേവ, തഥാ ആ കാലയളവിൽ, നാരദ മഹർഷി, ത്വദ്രസാദ്ര അവിടുത്തെ ഭക്തിയിൽ മനസ്സുള്ളവനായി, പ്രായേണ മിക്കവാറും, ദ്വാരവത്യാം ദ്വാരകാ നഗരത്തിൽ, അവൃതം താമസിച്ചു പോന്നു, സുഹൃതനിധി പുണ്യനിധിയായ, ത്വത്പിത അങ്ങയുടെ അച്ഛൻ, കഥാചിൻ ഒരിക്കൽ, തസ്മാൻ ആ നാരദനിൽ നിന്ന്, തത്വബോധം പരബ്രഹ്മജ്ഞാനത്തെ, ലേഭേ കലു നേടി, ഭക്താനാം ഭക്തന്മാരുടെ, അഗ്രയായി മുമ്പനും, മതിമാൻ ബുദ്ധി ഏറിയവനുമായ, സഹ ആ, ഉദ്ധവ ച കലു ഉദ്ധവനും, തത്വയേവ അങ്ങിൽ നിന്ന് തന്നെ, വിജ്ഞാനസാരം ബ്രഹ്മജ്ഞാനം, പ്രാപ്ത നേടിയവനുമായി, സ ആ ഉദ്ധവൻ, അധുന ഇപ്പോൾ, ജനഹിതായ ലോക നന്മയ്ക്ക് വേണ്ടി, ബദര്യാശ്രമത്തിൽ, അസ്തേകില വസിക്കുന്നുണ്ടല്ലോ. ഹരിവ. സാരം, അവിടുന്ന് ഭഗവാൻ ദ്വാരകയിൽ വസിക്കുമ്പോൾ നാരദ മഹർഷി അങ്ങയിലുള്ള ഭക്തി നിമിത്തം അങ്ങയെ ഭജിക്കുന്നതിൽ സന്തുഷ്ടനായി പലപ്പോഴും ദ്വാരകയിൽ വന്ന് താമസിക്കുമായിരുന്നു. പുണ്യനിധിയായ അങ്ങയുടെ അച്ഛൻ വസുദേവൻ ആ നാരദനിൽ നിന്നും ആത്മജ്ഞാനം നേടി. ഭക്തന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനും ബുദ്ധിശാലിയുമായ ഉദ്ധവർ അങ്ങയിൽ നിന്ന് ബ്രഹ്മജ്ഞാനം നേടി ഇപ്പോൾ ലോകാനുഗ്രഹത്തിനു വേണ്ടി ബദരിയാശ്രമത്തിൽ തപസ് ചെയ്യുന്നു. ഹരി ഓം. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 12. സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭൂയത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രവൃത്തിഭിർ അതുലൈ അശ്രമയോഗഭേദൈ ആർത്തിം തീർത്വാ സമസ്താം അമൃതപദമഗോ സർവലോകാഃ സാ ത്വം വിശ്വാർത്തി ശാന്തൈ പവനപുരവരേ ഭക്തിപൂർത്തൈ സ ഭൂയാഃ. അന്വയം അർത്ഥം. വിഭോ പ്രഭു, തവ അങ്ങയുടെ, സ അയം അങ്ങനെയുള്ള ഈ, കൃഷ്ണാവതാരം, ജയതി സർവോത്കർഷേണ വർത്തിക്കുന്നു, എത്ര യാതൊന്നിൽ, സർവലോകാക എല്ലാവരും, സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷ അനുരാഗ പ്രവൃത്തിഭി സൗഹാർദ്ദം, ഭയം, സ്നേഹം, ദ്വേഷം, രാഗം തുടങ്ങിയ അതുല്യങ്ങളായ ശ്രമമില്ലാത്ത യോഗഭേദങ്ങൾ കൊണ്ട് സർവദാ എല്ലായിടത്തും, സമസ്താം മുഴുവനും, ആർത്തിം ദുഃഖം, തീർത്വാ കടന്നിട്ട്, അമൃതപദം മോക്ഷപദം, അഗുഹു പ്രാപിച്ചു, പവനപുരപതി ഗുരുവായൂരപ്പ, സഹ ആ, ത്വം അങ്ങേ, വിശ്വാർത്തി ശാന്തി ലോക ദുഃഖ ശമനത്തിനായി, ഭക്തിപൂർത്തയിച്ച ഭൂയ ഭക്തി വളർന്നതിനു വേണ്ടി ആയിത്തീരണമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
സാരം: സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായ ഭഗവാന്റെ കൃഷ്ണാവതാരം മറ്റൊരവതാരത്തിനുമില്ലാത്ത ഔത്കൃഷ്ടമുള്ളതാണ്. ഈ അവതാരത്തിൽ എല്ലാ ജനങ്ങൾക്കും സൗഹാർദ്ദം, ദ്വേഷം, സ്നേഹം, അനുരാഗം തുടങ്ങിയ ഏതൊന്നിലും യോഗ സാധന പോലെ വിഷമം കൂടാതെ സ്വീകരിച്ച് ദുഃഖമില്ലാതാക്കി ബ്രഹ്മപദം പ്രാപിക്കാവുന്നതാണ്. ഭക്തവത്സലനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ ദുഃഖശമനത്തിന് ഉത്തമമായ ഭക്തി നേടുന്നതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹരി ഓം. 88-ാം ദശകം സമാപ്തം. ഹരി ഓം.